എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. രണ്ട് സിനിമകളുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ഒന്ന്, വേഫർ ഫിലിംസിൻ്റെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ടൈറ്റിൽ ലുക്ക്, ഫസ്റ്റ് ലുക്ക് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നത് നമ്മുടെ കല്യാണി പ്രദർശനം, പിന്നെ നസ്ലിനുമാണ്. പിന്നെ ദുൽഖർ ഇതിലൊരു കാമിയോ ഉണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ടൊവിനോ കാമിയോ ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉറപ്പാണ്. ആള് ചെയ്യുന്ന കഥാപാത്രം ഒരു മജീഷ്യനായിട്ടുള്ളതാണ് കേട്ടത്. ഓക്കെ, എന്തായാലും പിന്നെ മറ്റൊന്ന്, JSK 20-ാം തീയതിയാണ്, അതായത് ജൂൺ 20-നാണ് സിനിമ റിലീസിനെത്തുന്നത്. സിനിമയുടെ ഒരു ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായി വന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല, തിരക്കായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത്. എന്താണെങ്കിലും രണ്ടും ഒരുമിച്ച് അങ്ങ് തന്നേക്കാം. ഒരുമിച്ച് അങ്ങ് കാണാം. അല്ല പിന്നെ എടുത്തു. ഓക്കെ, ആദ്യം നമുക്ക് ടീസർ കാണാം. ടീസറാ? പിന്നെ ടീച്ചറല്ല, നേരത്തെ നമ്മൾ നേരത്തെ വന്നതിന് എപ്പോഴും നമ്മൾ മുൻഗണന കൊടുക്കണം അല്ലേ? ഓക്കെ, പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. നമ്മുടെ സുരേഷ് ഗോപി നായകനാവുന്ന സിനിമ. നായികയായി വരുന്നത് അനുപമ പരമേശ്വരൻ. ഓക്കെ റെഡി. ഒരു വിഷ്വൽ നമ്മൾ വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ അത് നമ്മളോട് പുതിയൊരു കാര്യം പറയും. And against a criminal, an inhuman. അവർക്കറിയുന്ന പണി അവരെടുക്കട്ടെ, നമുക്ക് നമ്മുടെ പണി കൊടുക്കാം. അപ്പൊ സത്യം ചെയ്യുന്ന സ്ഥലമൊന്നും അല്ലേ സാറേ ഈ കോടതി? തെളിവുകൾ ജയിക്കുന്നത്, അതാണ് കോടതി. ഒരു വക്കീലിനോട് സംസാരിക്കാം, പക്ഷെ താന്തോന്നിയോട് അപ്പൊ ഒരു താന്തോന്നിയായ വക്കീലാണ് അല്ലേ? പക്ഷെ അവിടെ ഒരു രസമുണ്ട്, ഒരു ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ട്. ഒരു താന്തോന്നിയോട് എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് നേരെ റിട്ടൺ ആൻഡ് ഡയറക്ടർ പ്രവീൺ നാരായണൻ. ഡയറക്ടർ ബ്രില്യൻസാ. എന്താണെങ്കിലും കിടിലൻ ടീസറാട്ടോ, അടിപൊളി ടീസർ. അതിൽ ആ ഡയലോഗ് ഉണ്ടല്ലോ, അതായത് സത്യങ്ങൾ വിജയിക്കുന്ന സ്ഥലമല്ലേ കോടതി എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അല്ല, തെളിവുകൾ വിജയിക്കുന്ന സ്ഥലമാണ് കോടതി. കറക്റ്റായിട്ടുള്ള കാര്യം. പോലീസാണ്. അല്ലെങ്കിലും കോടതിക്കുള്ളിൽ തെളിവുകൾക്കാണ് പ്രാധാന്യം. സത്യം നീതി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് തെളിവുകൾ ആരുടെ കയ്യിലാണോ കൂടുതലുള്ളത് അവിടെ തന്നെയാണ് വിജയം ഉണ്ടാകുന്നത്. തെളിവ് സംസാരിക്കും അല്ലേ? അതെ, അതത്ര കൊള്ളാം. അപ്പോൾ ഇതിൻ്റെ, അതായത് ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണ്. അപ്പോൾ അനുപമ പരമേശ്വരന് സംഭവിക്കുന്ന എന്തോ ഒരു ഇഷ്യൂ, അതിൻ്റെ പേരിൽ ഒരു അന്വേഷണം. ഇതിൽ എന്താണ് സത്യം, എന്താണ് തെറ്റ്, ഇതല്ല, ഈ നീതിക്ക് വേണ്ടിയിട്ട് തെളിവ് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ്. അത് മേ ബി ചിലപ്പോൾ ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ബാധിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സംസാരം. പറയാൻ പറ്റില്ല, അതെങ്ങനെ ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. സത്യത്തിന് വേണ്ടി എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും നീതിക്ക് വേണ്ടി തെളിവുകൾ നിർത്തുന്ന ഒരു നായകനായിട്ടായിരിക്കാം മേ ബി. എന്താണെങ്കിലും ജൂൺ 20-ന് സിനിമ റിലീസിനെത്തുകയാണ്. നമുക്ക് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ആസിഫ് അലി അഭിനയിച്ചിട്ടുണ്ടല്ലോ. ആസിഫിന്റെ അനിയനല്ലേ? ആസിഫ് അലിന്റെ അനിയൻ. ഞാൻ ഞെട്ടിപ്പോയി, ആസിഫ് അലി എവിടെ, ഞാൻ കണ്ടില്ലല്ലോ. അത് ശരിക്കും നമുക്ക് മറ്റേ ആളുടെ അതിന് മുന്നേ ഉള്ള സിനിമകളിലൊക്കെ അത് തന്നെ കറക്റ്റ് ആസിഫ് അലി തന്നെ. ഇതില് മറ്റേ നമ്മുടെ സുരേഷ് ഗോപിന്റെ ഗൂഗിൾ സുരേഷ് അല്ലാതെ മറ്റേ ആളുടെ പേരെന്തായിരുന്നു? സുരേഷ് മാധവ്. അങ്ങനെ തന്നെ അല്ലേ? സുരേഷ് മാധവ് ആണെന്ന് തോന്നുന്നു. ആളുകൾ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും ഗംഭീര സിനിമയാവട്ടെ. കാത്തിരിക്കുന്ന അടുത്ത സിനിമയാണ് കേട്ടോ. ഇനിതാ ഇന്നലെ വന്ന ഫസ്റ്റ് ലുക്ക്, ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അപ്പോൾ ഈ ചാപ്റ്റർ 1-ന്റെ പേര് ചന്ദ്ര എന്നായിരിക്കും. സൂപ്പർ ഹീറോയിന്റെ പേര് ചന്ദ്ര നയിക്കും ഈ സിനിമ അല്ലേ? ചന്ദ്രയായിട്ട് എത്തുന്നത് ചിലപ്പോൾ കല്യാണി പ്രദർശനം ആവാം. അത് ഉറപ്പല്ലേ? ഇനിയിപ്പോ അതിനകത്ത് എന്ത് സംശയം? പറയാൻ പറ്റില്ല. ആ ലുക്കും ആ ഒരു സംഭവം ധാരാളം. മിഷന്റെ പേരാണെങ്കിലോ ചന്ദ്രയാണെന്നൊക്കെ കേട്ടിട്ടില്ലടാ. അതുപോലെ
ഇതെന്തായാലും സ്പേസിൽ നിന്നുള്ള കളിയാണെന്ന് തോന്നുന്നുണ്ട്. വൈബ് അടിക്കുന്നുണ്ട് അല്ലേ? സത്യമായിട്ടും കണ്ടപ്പോ തോന്നിയ ഒരു സംഭവം കൽക്കി വൈബ് ഉണ്ട്. അതിന്റെ ഒന്നാമത് ഡ്രസ്സിങ്ങും കളർ ഗ്രേഡിങ്ങും എല്ലാത്തിലും ആ ഒരു സംഭവം വരുന്നുണ്ട്. ഇനിയിപ്പോ ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോ എന്താണെങ്കിലും അത് കൽക്കിയായിട്ട് കമ്പയർ ചെയ്യും, അങ്ങനെ പറയും, തീർച്ചയായിട്ടും വരും. എന്തായാലും സിനിമയും ആ സിനിമയും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിനുള്ളൊരു പൊട്ടൻഷ്യൽ നമ്മുടെ മലയാള സിനിമ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. കഥയും അങ്ങനത്തെ സാധനമൊന്നും അങ്ങനെ ഒരു സാമ്യം ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനത്തെ ടെക്നിക്കൽ പരമായിട്ടുള്ള സാധനങ്ങളിലേക്കൊക്കെ വേണമെങ്കിൽ എടുക്കാം. അല്ല, പോസ്റ്ററിലാണ് വരുന്നുണ്ട്. അതെ, പോസ്റ്ററിൽ വരുന്നുണ്ട്. എന്തായാലും കല്യാണിന്റെ നെസ്ലനാണ് നായകനായി വരുന്നത്. കല്യാണിയുടെ ലുക്ക് പൊളിയാണ്, അടിപൊളി കോസ്റ്റ്യൂമാണ്. പിന്നെ ആൾക്കാണെങ്കിൽ ഇപ്പം കുറച്ച് മറ്റേ ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ആന്റണി സിനിമയിലേക്ക് വേണ്ടിട്ട് കുറച്ച് ബോക്സിംഗ് സംഭവങ്ങളൊക്കെ പഠിച്ചു. അതെന്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉപകാരപ്പെട്ടു. അതെ, അത് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണാൻ പറ്റും തോന്നുന്നു. പിന്നെ ആള് ലേറ്റസ്റ്റ് ആയിട്ട് ഇടുന്ന കുറച്ച് റീൽസൊക്കെ കണ്ടാൽ അറിയാം, എന്തൊക്കെയോ ചില സൂചനകൾ, അതായത് ഈ സിനിമക്ക് വേണ്ടിയിട്ടുള്ള സൂചനകൾ പോലെ നമുക്ക് തോന്നും. ഒരു മാജിക് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഒരു ചീട്ടിൻ്റെ ഒരൊറ്റ ചീട്ട് ഇടും, അതിനുശേഷം അത് മാറുന്നതും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെ ആവാം. പിന്നെ നമ്മുടെ ടോവിനോ ചെയ്യുന്ന കഥാപാത്രം ഒരു മജീഷ്യനാണെന്നുള്ളത് കേൾക്കുമ്പോൾ മേ ബി അതുണ്ടല്ലോ, അത് ശരിയാ, കണക്ഷൻ ഉണ്ട്. ഓക്കെ, എന്തായാലും അടിപൊളി പേരാണ് കേട്ടോ, ലോക എന്നാണ് ഈ ഒരു യൂണിവേഴ്സിൻ്റെ പേര്. 6 സിനിമകളടങ്ങുന്ന ഒരു യൂണിവേഴ്സാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ലോഗോ, ഈ ലോകയുടെ ലോഗോ അതാദ്യം ഇവർ പുറത്തുവിട്ടുണ്ടായിരുന്നു. ഇതിൽ LH4 എല്ലാം ഉണ്ട്. പിന്നെ ഇതിലും ആ വട്ടം ഉണ്ടല്ലോ, റൗണ്ട്, അത് കാണുമ്പോഴൊക്കെ നമുക്ക് കൽക്കി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് പോസ്റ്റർ ഉണ്ടായിരുന്നോ, ഫസ്റ്റിലേക്ക് വരാൻ പോകുന്നതിൻ്റെ? അതിലും ആ ഒരു സംഭവം ഉണ്ട്, സൂര്യൻ്റെ മുന്നിൽ ഇങ്ങനെ പറന്ന് ഉയർന്ന പോസ്റ്റർ കേട്ടോ. ഇത് ഭൂമിയായിട്ടാ തോന്നുന്നത്, മോളിൽ നിന്ന് വരുന്നതല്ലേ, അപ്പൊ ഭൂമി പ്രകാശമായിട്ടിരിക്കും, അല്ലാണ്ട് ഇരുണ്ടാണ് ഇരിക്കുക. റിയലി ഇതെന്തോ ഈ കാണുന്നത്, ആഫ്രിക്ക വരെ കാണുന്നുണ്ട്. എന്നിട്ട് നിനക്ക് മനസ്സിലായി അത് ഒരു മറ്റേ എല്ലാ ഗ്രഹങ്ങളും പ്രകാശിക്കും, ഭൂമിയും പ്രകാശിക്കുമോ? പിന്നെ ശരി, അത് മോളിൽ നിന്ന് നോക്കുമ്പോഴേ കാണുള്ളൂ എന്നുള്ളൂ. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഭൂമി പ്രകാശിക്കുന്ന കാണുമല്ലോ, ആരെങ്കിലും ലൈറ്റ് ഇട്ട് നോക്കേണ്ടി വരും. അല്ല, ഭൂമി പ്രകാശിക്കുമെന്നുള്ള എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എല്ലാ ഗ്രഹങ്ങളും പ്രകാശിക്കും ആണല്ലേ? അത് സൂര്യനോട് അടുത്ത് വരുമ്പോഴാണ് പ്രകാശം കൂടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇതൊക്കെ ഇതൊക്കെ ഉള്ളതാണോ? എനിക്കാദ്യം പഠിത്തം പഠിച്ച പോലെ ആയിരുന്നു പറയണത്. അല്ല, ഞാൻ ജോഗ്രഫി കുറച്ചൊക്കെ അറിയായിരുന്നു. അല്ല, ഞാനാണല്ലോ PSC ഒക്കെ പഠിച്ച് ജോലി പഠിച്ചില്ലേ, നിനക്കൊരു ഭാഗം കേട്ടോ. ഭൂമി, എന്തായാലും ഭൂമിയാണെങ്കിൽ ഭൂമി അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. മോളിൽ നിന്ന് ആള് ഭൂമിയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകളായിരിക്കാം എന്നുള്ള സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചുറ്റിനും മറ്റേ സാധനങ്ങളൊക്കെ പറക്കുന്നുണ്ട്. അത് ഏത് ഗ്രഹത്തിന്റെ എന്തായാലും ആള് വേറെ ഗ്രഹത്തിൽ പോകേണ്ട കാര്യമില്ലല്ലോ, അവിടെ ആരുണ്ട് ഇതൊക്കെ കാണിക്കാൻ? അല്ല, ഭൂമിയിലേക്ക് വരികയാണെന്ന് അതെന്നെ പറഞ്ഞു, ഈ പറഞ്ഞതാണ് ഇതിന്റെ ശരിയെന്ന്. വേറെ ഗ്രഹത്തിൽ പോയിട്ട് അവിടെ അല്ല, ക്യാമറ പോലും ഉണ്ടാവില്ല. ഓക്കെ, എന്തായാലും കൊള്ളാം, എന്താണെങ്കിലും സംഭവം കൊള്ളാം. സിനിമ ഇതിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞതാട്ടോ, എല്ലാം കംപ്ലീറ്റ് ആയതാണ്. സിനിമ അടുത്ത് തന്നെ ചിലപ്പോൾ റിലീസൊക്കെ എത്തിയേക്കാട്ടോ. അതായത് പല ഇംഗ്ലീഷ് സിനിമകളിലേ രക്ഷകനായിട്ടോ അല്ലെങ്കിൽ രക്ഷകിയായിട്ടോ ഒക്കെ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒരാളുണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു വൈബാണ് അടിക്കുന്നത്. കാരണം രക്ഷകി രക്ഷിക എനിക്കറിഞ്ഞൂടാ, പുതിയ വാക്കുകൾ ഇതൊക്കെ മലയാളത്തിലുണ്ടോന്നാണ് അറിയാത്തത്. രക്ഷികയായിട്ട് കല്യാണി പ്രദർശൻ ചന്ദ്ര വരുന്നു. ആരുടെ? നമ്മുടെ നസ്ലൻ്റെ. വാഗ് പൊളന്ത് പാത്തിട്ടേർക്ക് എന്താണ് അവാർഡ് നേരാൻ പോകുന്നത്? ഭൂമിയാട്ടോ, അപ്പുറത്ത് ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടക്കുന്നുണ്ട്. എന്താണെങ്കിലും സിനിമ ഗംഭീരമാവട്ടെ. അതെ, കീട്ടിലെ ലുക്കാണ്. ഇതുപോലത്തെ ഒരു പോസ്റ്റർ മലയാള സിനിമക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, അത് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ടില്ല. ഓക്കെ, എന്താണെങ്കിലും വരട്ടെ. അപ്പം എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. പറഞ്ഞ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്കണേ. തെറ്റുകളുണ്ടെങ്കിൽ എല്ലാം പുറത്തേക്കണം, ക്ഷമിച്ചേക്കണം.